കരുളായി പഞ്ചായത്തിലെ ചെട്ടി, കുളവട്ടം ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ ഇന്നലെ രാത്രിയിലെ കാറ്റിലും മഴയിലും ആളുകൾക്ക് പരിക്ക് പറ്റുകയും 50ഓളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും കൃഷിയിടങ്ങൾ നഷ്ടപ്പെടുകയും ഏക്കർ കണക്കിന് റബ്ബർ മരങ്ങൾ നശിക്കുകയും കപ്പ, തെങ്ങ്, വാഴ, കമുങ്ങ് ഉൾപ്പെടെയുള്ള കൃഷിയിടങ്ങൾ നശിക്കുകയും വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിക്കുകയും ചെയ്തു. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഈ പ്രദേശത്ത് ഉണ്ടായത്. സർക്കാരിന്റെ നിയമങ്ങൾ അനുസരിച്ച് ഇൻഷൂർ ചെയ്ത വിളകൾക്ക് മാത്രമാണ് സഹായം അനുവദിക്കുക. എന്നാൽ അതിനപ്പുറം ദുരിതമനുഭവിക്കുന്ന നഷ്ടങ്ങൾ സംഭവിച്ച മുഴുവൻ ആളുകൾക്കും സഹായം നൽകണമെന്നും കരുളായി പഞ്ചായത്തിലെ ഈ പ്രദേശങ്ങളിലെ ആളുകളുടെ ദുരിതം അകറ്റുന്നതിന് സർക്കാർ അടിയന്തര പാക്കേജ് നടപ്പിലാക്കണമെന്നും മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജകമണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇന്ന് ഇതുപോലെയുള്ള ഒരു വലിയ ദുരന്തം നടന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഇവിടെ വന്ന് പഞ്ചായത്ത് മെമ്പർ, പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള ആൾക്കൊപ്പം വന്ന് സന്ദർശിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭീകരത മനസ്സിലാകുന്നത്. ഒരു ചെറിയ നിമിഷ നേരം കൊണ്ട് സംഭവിച്ചിരിക്കുന്നത് നൂറുകണക്കിന് കുടുംബങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും തകർന്നു പോകുന്ന രൂപത്തിലുള്ള വലിയ നാശനഷ്ടങ്ങളാണ്. കൃഷിഭൂമി തകർന്നുപോയി, അതുപോലെ തന്നെ ഒട്ടനവധി റബ്ബർ എസ്റ്റേറ്റുകൾ നശിക്കുന്ന സാഹചര്യം, മരങ്ങളൊക്കെ കടപുഴകി വീടുകൾക്ക് മുകളിൽ, വാഹനത്തിന് മുകളിലൊക്കെ വീണ് ഉണ്ടായിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഒരു ചെറിയ പ്രദേശത്തെ ശരിക്ക് വരിഞ്ഞു മുറുക്കുന്ന രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി എല്ലാവിധ മാനദണ്ഡങ്ങളും മറികടന്ന് അർഹതപ്പെട്ട രൂപത്തിലുള്ള ഒരു നഷ്ടപരിഹാരം ഇതിൻ്റെ ഇരകൾക്ക് എത്രയും പെട്ടെന്ന് അനുവദിക്കണമെന്നാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഉത്തരവാദപ്പെട്ട അധികാരികളോട് അഭ്യർത്ഥിക്കാനുള്ളത്. എത്രയും ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ, തഹസിൽദാർ, അതുപോലെ കലക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സ്ഥലത്ത് വന്ന് സന്ദർശിക്കുകയും ഇവിടെ ദുരന്തബാധിതരായ സാധാരണക്കാരുടെ പ്രയാസങ്ങൾക്കൊപ്പം നിന്ന് അവർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുകയും ചെയ്യണമെന്ന് മുസ്ലിം ലീഗിൻ്റെ നിയോജകമണ്ഡലം കമ്മിറ്റി ശക്തമായി ആവശ്യപ്പെടുകയാണ്. ഇന്നലെ അർദ്ധരാത്രി ഉണ്ടായ ഈ ഒരു വലിയ ഭീകരതാണ്ഡവം ഈ പ്രദേശത്തെ ആകെ ഒന്നടങ്കം വലിയ നഷ്ടത്തിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. രാവിലെ മുതൽ തന്നെ ഭരണസമിതിയുടെ ആളുകളും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ നിലമ്പൂർ നിയോജകമണ്ഡലം മുസ്ലിം നേതാക്കളടക്കം ഈ പ്രദേശത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ അടക്കം എത്തിയിട്ടുണ്ട്. വന്ന് കാണുമ്പോഴാണ് ഇതിൻ്റെ ഭീകരത മനസ്സിലാകുന്നത്. ഏതായാലും ഈ പ്രദേശത്തേക്ക് അടിയന്തര സഹായം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നാണ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിക്കും ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത്. മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജകമണ്ഡലം നേതാക്കന്മാരായ CH ഇക്ബാൽ മാസ്റ്റർ, മച്ചിങ്ങൽ കുഞ്ഞു, കൊമ്പൻ ഷംസു, KK ഖാലിദ്, അബ്ദുൽ നാസർ കക്കോടൻ, TP സിദ്ദീഖ്, KT സെയ്തലവി, KP നസീർ, സലീം മുണ്ടോടൻ, സെയ്തലവി K, ഇർഷാദ് കക്കോടൻ, മിഥിലാജ് ചെമ്പൻ, അഫ്ലൽ റഹ്മാൻ, അസ്കർ റഹ്മാൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. KL 71 ന്യൂസ്, കരുളായി.